മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. റാഷണലൈസ് ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ്. നമുക്ക് താഴെ തന്നിട്ടുള്ള റാഷണൽ നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യണം. അഥവാ ഡിനോമിനേറ്റർ മാത്രം റാഷണൽ ആക്കിയാൽ മതി. ഡിനോമിനേറ്റർ റാഷണൽ ആക്കുമ്പോൾ ന്യൂമറേറ്ററിൽ ചിലപ്പോൾ റാഷണൽ ആവാം. അതുകൊണ്ട് എന്തില്ല, കുഴപ്പം ഇല്ല. ഓക്കെ, സോ ഫസ്റ്റ് 1/√7. നമ്മൾ ഡിനോമിനേറ്ററിൽ വരുന്നത് വെറും റൂട്ട് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതേ റൂട്ട് നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ 1/√7 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 1 × √7 ഇൻറ്റു √7 × √7. താഴെ √7 ഉണ്ട്. അപ്പോൾ √7 ക്യാൻസൽ ചെയ്യാന്ന് പറയരുത് കേട്ടോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1/√7 ആവും. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × √7 √7, √7 × √7. ഒരേ റൂട്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ റൂട്ട് എന്താകും? ക്യാൻസൽ ആവും. സോ √7/7 എന്ന് വരും. ഇപ്പൊ ഡിനോമിനേറ്റർ റാഷണൽ നമ്പർ ആയില്ലേ? 7 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ റാഷണൽ ആയില്ലേ? ഇതാണ് റാഷണലൈസേഷന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് 1/√7 മൈനസ് √6. ഇപ്പോൾ രണ്ട് നമ്പറുകൾ ഡിനോമിനേറ്ററിൽ രണ്ട് നമ്പറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് പെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ എന്താണ് കോൺജുഗേറ്റ് പെയർ? അതായത് ഡിനോമിനേറ്ററിൽ A-B ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ A-B ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് A+B ആണ്. ഇനി ഡിനോമിനേറ്ററിൽ A+B എന്നാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് A-B ആണ്. ഇതാണ് കോൺജുഗേറ്റ് പെയർ എന്ന് പറയുന്നത്. മൈനസ് പ്ലസ് ആകും, പ്ലസ് മൈനസ് ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ 1/√7 മൈനസ് √6 എന്നാണ്. അപ്പോൾ √7 പ്ലസ് √6 എന്ന നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടോ, 1 × √7 പ്ലസ് √6 എന്ന് കിട്ടി. 1 × √7 പ്ലസ് √6. ഇവിടെയോ √7 മൈനസ് √6 ഇൻറ്റു √7 പ്ലസ് √6. ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലായി? A-B ഇൻറ്റു A+B. എന്താണ് A-B ഇൻറ്റു A+B എന്ന് പറയുന്ന റിസൾട്ട്? നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞാണ്. എന്താ? A² മൈനസ് B² ആണ്. എന്താണ്? A² മൈനസ് B² ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് √7, ബിയുടെ സ്ഥാനത്ത് √6. അപ്പോൾ √7² മൈനസ് √6 സ്ക്വയർ. √7 പ്ലസ് √6 × 1 അത് തന്നെയാണ്. √7 സ്ക്വയർ എന്താ? റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ആകും. അപ്പോൾ √7 സ്ക്വയർ 7, √6 സ്ക്വയർ 6. 7 മൈനസ് 6 എത്ര? 7 ന്ന് 6 പോയാൽ 1. 7 ന്ന് 6 പോയാൽ 1. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ √7 പ്ലസ് √6/1 എന്നുള്ളത് എന്താവും? √7 പ്ലസ് √6 എന്നുള്ളതാകും. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഈ ബാക്കി രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു തരാതെ തന്നെ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എങ്കിലും ഒന്ന് നോക്കിക്കോളുക. 1/√5 പ്ലസ് √2. നിങ്ങളൊന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കോൺജുഗേറ്റ് പെയർ എടുക്കുക? അപ്പോൾ √5 പ്ലസ് √2 ആണുള്ളത്. അപ്പോൾ എങ്ങനെ വരും? √5 മൈനസ് √2. ഓക്കെ, അപ്പോൾ 1 × √5 മൈനസ് √2 അത് √5 മൈനസ് √2 തന്നെ. √5 പ്ലസ് √2 √5 മൈനസ് √2. A+B ഇൻറ്റു A-B. A² മൈനസ് B² അഥവാ √5² മൈനസ് √2². ഓക്കെ, √5 സ്ക്വയർ 5 ആണ്, √2 സ്ക്വയർ 2 ആണ്. അപ്പോൾ 5 മൈനസ് 2. 5 എന്ന് 2 പോയാൽ 3 കിട്ടും. അപ്പോൾ √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ 3. 3 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ അല്ലേ? യെസ്.
ദെൻ ലാസ്റ്റ് വൺ 1/√7 - 2. അപ്പോൾ √7 - 2ന്റെ കോൺജുഗേറ്റ് എന്താണ്? √7 + 2. √7 + 2 × 1 അത് √7 + 2 തന്നെയാണ്. ഇത് ഏത് ഫോർമാറ്റിലാ? a - b × a + b. a² - b². അപ്പോൾ √7² - 2². √7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയിട്ട് 7 ആവും. 2ന്റെ സ്ക്വയർ 4. 7 - 4 എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത് √7 + 2 / 3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ.